എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡാനിഷ് പാൻകേക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഉണ്ണിയപ്പക്കാരയിൽ ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൻകേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 മില്ലിയുടെ കപ്പാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ഏലക്കാപ്പൊടി ചേർത്താലും മതി. നമ്മളിവിടെ വിസ്ക് വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. പകരം നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടും ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര 1/2 കപ്പാണ് ചേർക്കുന്നത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പഞ്ചസാര വളരെ കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര നന്നായിട്ട് അലിയുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഉരുക്കിയിട്ട് ചേർക്കുന്നുണ്ട്. തണുത്തിട്ടാണ് ചേർക്കേണ്ടത്. നമ്മൾ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പച്ചപ്പാലോ തിളപ്പിച്ച പാലോ ഏത് വേണമെങ്കിലും എടുക്കാം. പകുതി പാൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി മാറ്റി വെക്കാം. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട കെട്ടാതെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കട്ടി കൂടിപ്പോയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കാവുന്നതാണ്. 1 കപ്പ് പാലും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. 3/4 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തത് ആകെ. ബാക്കി 1/4 കപ്പ് യൂസ് ചെയ്തില്ല. നന്നായിട്ട് ഇപ്പം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഉണ്ണിയപ്പക്കാരയിലിട്ട് പാൻകേക്കാക്കി ചുട്ടെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പക്കാരയിലേക്ക് കുറച്ച് ബട്ടർ, വളരെ കുറച്ച് ബട്ടർ മതി. ഉണ്ണിയപ്പത്തിൻ്റെ പോലെ ഒരുപാട് എണ്ണയിലിട്ടല്ല അത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മളൊരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ പാൻ കേക്ക് ഒന്ന് പകുതി ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക. വീണ്ടും 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ഒരു ബോളിൻ്റെ ഷേപ്പിലിത് കിട്ടുന്നത്. അപ്പം ചെറുതീയിലിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻകേക്കാണ്. അപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം 1 കപ്പിൻ്റെ അളവിൽ നമ്മൾ 14 പാൻകേക്സാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഡാനിഷ് പാൻകേക്കാണ്. അപ്പോൾ ഇവിടെ ഏബിൾസ്കിവർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പാൻകേക്ക് ഭയങ്കര ഫേമസ് ആണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച പഞ്ചസാര മുകളിലൊന്ന് ലെയർ ചെയ്ത് കൊടുത്ത് ബെറീസും അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണ് നല്ലൊരു കോമ്പിനേഷൻ അതിൻ്റെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പാൻകേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്